ഈ കേസിലെ ഒന്നാം പ്രതി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇരയായ നടിയോട് പറഞ്ഞു, ഒരു മാഡത്തിനെ പറ്റി പറഞ്ഞു എന്നാണ് പ്രോസിക്യൂഷന് തന്നെ കേസ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസിക്യൂഷൻ ആരോപണം ശരിയാണെങ്കിൽ ഈ മാഡം ആരാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അന്വേഷണം ഉദ്ദേശിക്കുന്ന ടീം അന്വേഷിച്ച് കണ്ടെത്തണ്ടേ. കോടതി പറഞ്ഞത് ഇതിൻ്റെ കോപ്പി അങ്ങനെ നാടുകളെ കൊടുത്തുവിടാനും പാടില്ല, എന്നാൽ പ്രതി അഭിഭാഷകനും ഇത് കാണാനുള്ള അവസരം റെഡിയാക്കി കൊടുക്കണം. എന്നാൽ ഇതിൻ്റെ കോപ്പി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ അത് അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുമെന്നുള്ളത് പ്രത്യേക സുപ്രീം കോടതി പറഞ്ഞു. അപ്പം നമസ്കാരം, ലൈവ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം കോടിളക്കം സൃഷ്ടിച്ച ആക്ട്രസ് അട്രോസിറ്റി കേസ് അഥവാ നടിയെ ആക്രമിച്ച കേസ് എന്നുള്ളതാണ്. മാധ്യമങ്ങളിലും നിയമ വിദഗ്ധരുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും കൂലങ്കഷമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ് ഈ കേസ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലും ഈ കേസ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ജൂനിയർ രാവിലെ കോടതിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇന്ന് കോടതിയിൽ പോകരുത്, പോയാൽ ശ്രദ്ധിക്കണമെന്ന്. എനിക്ക് അമേരിക്കയിൽ നിന്ന് കോൾ കിട്ടി, എൻ്റെ സഹോദരി അമേരിക്കയിലാണ്, എന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതെന്ന് എനിക്കൊരു വിവരം കിട്ടി. അപ്പോൾ അമേരിക്കയിൽ വരെ ചർച്ചയാകുന്ന ഒരു കേസായിട്ട് ഇത് മാറി. വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേസാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ കേസ് പൊതുജനങ്ങൾ ചർച്ച ചെയ്യുകയും നിയമവിദഗ്ധർ ചർച്ച ചെയ്യുകയും സുപ്രീം കോടതിയിൽ വരെ പരിഗണനയിൽ വരികയും ചെയ്ത ഒരു കേസാണ്. ഈ കേസിനകത്ത് പൊതുവെ നാം കേസിലെ ഇരയായ വ്യക്തിയെപ്പറ്റി അതിജീവിത എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് കോടതി നിയമം മൂലം വിലക്കിയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇതുകൂടാതെ പലപ്പോഴും പ്രതികളുടെ പേരും വിവരങ്ങൾ ആൾക്കാർ പരസ്യമായിട്ട് പ്രസ്താവിക്കുന്ന കണ്ടിട്ടുണ്ട്. അതും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്കും അവരുടേതായ സ്വകാര്യതയും മറ്റു കാര്യങ്ങളുമുണ്ട്. അപ്പം അവരുടെ പേര് വിവരങ്ങളും കഴിവതും വെളിപ്പെടുത്താതിരിക്കുന്നത് നിയമപരമായി വിലക്കിയിട്ടില്ലെങ്കിൽ പോലും നന്നായിരിക്കുന്ന ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. ഹൈക്കോടതി പല കേസുകളിൽ ഞങ്ങൾ അപ്പീൽ കൊടുക്കുകയും വാദിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രതിയുടെ വിവരങ്ങൾ പോലും അല്ലെങ്കിൽ വാദിയുടെ വിവരങ്ങൾ പോലും പൊതുവായിട്ട് പബ്ലിക്കായിട്ട് രേഖപ്പെടുത്താറില്ല. പലപ്പോഴും അത് സീൽ ചെയ്ത കവറിലാണ് കൊടുക്കുന്നത്. അഡ്വക്കേറ്റ് ബന്ധപ്പെട്ട ജഡ്ജിമാരോ അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാരോ അടുത്ത പ്രോസിക്യൂട്ടറോ മാത്രമേ ആ പേരുകളും വിശദവിവരങ്ങളും സംശയം വന്നാൽ റെഫർ ചെയ്യാറുള്ളൂ. കോടിളക്കം സൃഷ്ടിച്ച ഈ കേസിൻ്റെ നമ്പർ SC നമ്പർ 118/2018 എന്നുള്ളതാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസിൻ്റെ വിചാരണ നടന്നത്. 2018 എന്ന നമ്പറിൽ തന്നെ 2018 വിചാരണ തുടങ്ങിയ കേസാണ്, അല്ലെങ്കിൽ ഇത് സെഷൻസ് കേസായ കേസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേസിൻ്റെ അന്തിമ വിധി വരുന്നത് 8/12/2012 അത് കഴിഞ്ഞ് ഇതേ കേസ് തന്നെ 12/12/2012 വീണ്ടും കോടതി വാദത്തിന് പരിഗണനയ്ക്കും വെച്ചു. ഇതും പൊതുജനങ്ങൾ സംശയം ഉണ്ടാക്കാം. കാരണം 8/12/2012 വിധി വരുമെന്ന് പറഞ്ഞു, അന്ന് കേസിന് വിധി വന്നു. പക്ഷെ വീണ്ടും കേസ് 12/12/2025 വീണ്ടും പരിഗണിച്ചു. അപ്പോൾ അതെന്തായിരിക്കും അതിൻ്റെ കാരണം? ഇതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നിയമ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഒരു കേസിൻ്റെ വിചാരണ സമയത്ത് കോടതി പരിഗണിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം അത് പ്രതികൾ ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഒരു കേസിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഒന്ന്, കേസിൽ ആരോപിക്കുന്ന കുറ്റങ്ങളോ പ്രതികളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു രോഗം വന്നാൽ ഡയഗ്നോസിസ് പ്രോസസ്സ് പോലെ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഡയഗ്നോസ് ചെയ്യണം. ഡയഗ്നോസ് ചെയ്തിട്ട് രോഗമുണ്ടെന്ന് കാണുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ചികിത്സ കൊടുക്കണം. ഒരു മെഡിക്കൽ സയൻസ് സാധാരണ ഡോക്ടർമാർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് തന്നെയാണ് കോടതിയിലും. ആദ്യം പ്രതി അല്ലെങ്കിൽ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്ന ആ പ്രോസസ്സിൻ്റെ ജഡ്ജ്മെൻ്റാണ് 8/12/2012 കോടതിയിൽ നടന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ ചില പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടു,
ചിലരെ വെറുതെ വിട്ടു. കുറ്റക്കാരെന്ന് കണ്ട പ്രതികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം, അതിൻ്റെ വാദവും തുടർന്നുള്ള ശിക്ഷാവിധിയുമാണ് 12/12/2025 കോടതിയിൽ നടന്നത്. അപ്പോൾ ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയത്. അവർക്കുള്ള ശിക്ഷ മാത്രമാണ് 12/12/2025 വിധിച്ചിട്ടുള്ളത്. എന്നാൽ കുറ്റക്കാരല്ലെന്ന് കണ്ട 7-ാം പ്രതിയും 8-ാം പ്രതിയും മറ്റു പ്രതികളെയും കോടതി 12/12/2025 കോടതി അതിനെ ആവശ്യപ്പെട്ടില്ല. കാരണം അവർ കുറ്റവാളികളല്ല എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു. ഈ കേസിൽ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നടനും ഈ കേസിൽ പ്രതിയായി എന്നുള്ളതാണ് ഈ കേസിൻ്റെ കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നതിനിടെയായ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ വ്യക്തി 8-ാം പ്രതിയായിരുന്നു. അപ്പോൾ 8-ാം പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പൊതുവെ മറ്റു പ്രതികളുടെ വിചാരണയേക്കാൾ കൂടുതൽ മാധ്യമങ്ങളും പൊതുജനങ്ങളും ശ്രദ്ധിച്ചത്. ഈ 8/12/2025 ഈ കേസിൻ്റെ വിധി വരുന്ന ദിവസം രാവിലെ എറണാകുളം ജില്ലാ കോടതിയിലെ അസാധാരണമായ തിരക്കായിരുന്നു. എന്തിനധികം വാഹനങ്ങളെയും മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഒക്കെ പോലീസ് നിയന്ത്രിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. രാവിലെ 7 മണി മുതൽ തന്നെ ഒരു ജനങ്ങളുടെ പ്രവാഹമായിരുന്നു അവിടെ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവസാനം 10 മണിയൊക്കെ കഴിഞ്ഞതോടുകൂടി അഭിഭാഷകരെയും കേസുമായി ബന്ധപ്പെട്ട പ്രതികളെയും കൂടാതെ മാധ്യമപ്രവർത്തകരെ അല്ലാതെ വേറെ ആരെയും കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല. എന്നിട്ട് കോടതിയിൽ ഞാൻ ചെന്ന സമയത്ത് ആദ്യത്തെ കേസായിട്ട് കേസ് വിളിച്ച് ഫസ്റ്റ് കേസായിട്ട് വിധി പറഞ്ഞു. തിങ്ങി നിറഞ്ഞ ജനസാഗരം തന്നെ കോടതിയിലുണ്ടായിരുന്നു. ഇത്രയും തിരക്കുള്ള അല്ലെങ്കിൽ ഇത്രയും തിങ്ങി നിറഞ്ഞ ഒരു വിധി പ്രസ്താവം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ കാണുന്നത്. കോടതിയിൽ കേസ് വിളിച്ചു, പിൻ ഡ്രോപ്പ് സൈലൻസ്. എല്ലാവരും ആകാംക്ഷയോടെ കോടതിയിൽ ജഡ്ജി എന്താണ് വിധി എന്ന് പറയാനായിട്ട് ശ്രദ്ധിച്ച് നിൽക്കുക. അങ്ങനെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടു. അവർക്കുള്ള ശിക്ഷ 12/12/2025 വിധിക്കും എന്ന് വാദം കേട്ടതിന് ശേഷം എന്ന് കോടതി പറഞ്ഞു. തുടർന്ന് 7-ാം പ്രതിയെയും വെറുതെ വിട്ടു. 8-ാം പ്രതി നടൻ്റെ കാര്യം വന്നപ്പോഴായിരുന്നു എല്ലാവർക്കും ആകാംക്ഷ കൂടുതൽ. 8-ാം പ്രതി ആരോപിക്കുന്ന യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്ന് 8/12/2025 കോടതി വിധി പ്രസ്താവിച്ചു. തുടർന്ന് എല്ലാവരും നടൻ്റെ എല്ലേക്കായി ശ്രദ്ധ, കൂടാതെ അദ്ദേഹത്തോടൊപ്പം ചിലർ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക, ചിലർ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ കണ്ടപ്പം കോടതി തന്നെ അതിനെ വിലക്കി. അങ്ങനെ ചെയ്യാൻ പാടില്ല. കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യുന്നതും നടൻ്റെയോ അല്ലെങ്കിൽ മറ്റു പ്രതികളുടെ ഫോട്ടോ എടുക്കുന്നതുമൊക്കെ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് വരും. കോടതി അലക്ഷ്യമായിട്ട് പരിഗണിക്കും. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി നിർദ്ദേശിച്ചത്. അങ്ങനെ പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു. ഈ കോടതിയിൽ കേസ് എടുത്ത സമയത്ത് തിങ്ങി നിറഞ്ഞ കോടതി ആയതുകൊണ്ട് കോടതിക്ക് പ്രതികളെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോടതി തന്നെ പറഞ്ഞു പ്രതികളെ കാണുന്ന രീതിയിലേക്ക് നടക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്താൻ പോലീസ് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ പ്രതികൾക്ക് നേരിട്ട് പ്രതിക്കൂട്ടുന്ന കോടതിയെ കാണുന്നതിനും കോടതിക്ക് അവരെ കാണുന്നതിനും വേണ്ട സാഹചര്യം ഒരുക്കിയിട്ടാണ് കോടതി പറഞ്ഞത്. ഇത് കഴിഞ്ഞ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെങ്കിലും കുറ്റക്കാരെന്ന് കണ്ട പ്രതികളെ പുറത്ത് മറ്റുള്ളവരാരും ഉപദ്രവിക്കുകയോ മറ്റത് കൺസൾട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതി പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഒരുക്കുകയും ചെയ്തു. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇതിൽ പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് 2 രീതിയിലാണ്. ഒന്ന്, ഈ നടിയെ ആക്രമിക്കാൻ വേണ്ടി 8-ാം പ്രതി കൊട്ടേഷൻ നൽകി ഗൂഢാലോചന നടത്തി 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിച്ചു എന്നാണ് ഒരാരോപണം. എന്നാൽ ഈ കേസിൽ വെറുതെ വിട്ട 8-ാം പ്രതി നടൻ പറയുന്നത് എനിക്കെതിരെ ഗൂഢാലോചന നടന്നു, എന്നെ പ്രതിയാക്കാൻ വേണ്ടി ഗൂഢാലോചനയാണ് നടന്നത്, ഇന്ന് കോടതി എന്നെ വെറുതെ വിട്ടല്ലോ, അതുകൊണ്ട് എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് യഥാർത്ഥം നടന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അപ്പം പൊതുജനങ്ങളുടെ ഇടയിൽ ഇത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു കാര്യം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ദർ ഈസ് റൂൾ ഓഫ് ലോ ഇൻ അവർ കൺട്രി. നിയമവാഴ്ച എന്നുള്ളത് നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നിയമമാണ്. ലോ ഈസ് സുപ്രീം. എല്ലാവർക്കും അതീതമായിട്ടുള്ളത് നിയമമാണ്. ഇന്ത്യയിലെ ഏത് വ്യക്തിക്കും, അത് രാഷ്ട്രപതി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഏറ്റവും താഴെക്കടലിലെ തൂപ്പുകാരനോ സാധാരണ വ്യക്തിയോ ആയിക്കോട്ടെ, എല്ലാവർക്കും മുകളിലാണ് നിയമം. അപ്പം നിയമവാഴ്ച ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അതിലൊന്നാണ് ആരോപണ വിധേയരായ പ്രതികൾക്ക് വിചാരണ നേരിടുവാനും
വിചാരണയിൽ തങ്ങൾക്കെതിരെയുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ആ പ്രതികളെ ശിക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം വിചാരണ നേരിടുക എന്നുള്ളത് കുറ്റം ആരോപിക്കപ്പെട്ട എല്ലാ പ്രതികളുടെയും നിയമപരമായ അവകാശമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നാം, വിചാരണ കോടതിക്ക് തെറ്റ് പറ്റിയാലോ? അങ്ങനെ തെറ്റ് പറ്റിയാൽ ആ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നുള്ള അധികാരവും അല്ലെങ്കിൽ അവകാശവും എല്ലാ വ്യക്തികൾക്കുമുണ്ട്. ഒരു വിചാരണ നടക്കുന്നു, ആ വിചാരണ നേരിടുന്ന പ്രതികളുടെ അവകാശമാണ്. വിചാരണ നടത്തി പ്രതികളെ കോടതി കുറ്റക്കാരെന്ന് കണ്ടാൽ മാത്രമേ അവരെ ശിക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ കോടതി 8ാം പ്രതി കുറ്റക്കാരനല്ല എന്നാണ് കണ്ടത്. ഇനി അതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ജനാധിപത്യപരമായ നിയമപരമായ മാർഗം എന്ന് പറയുന്നത് അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പീൽ കൊടുക്കാനുള്ള അവകാശം അതിജീവിതയ്ക്കും അല്ലെങ്കിൽ കേസിലെ വാദിയായ സർക്കാരിനുമുണ്ട്. ഈ കേസിലെ പ്രോസിക്യൂഷൻ നടത്തുന്നത് കേസിൽ ഇരയായി എന്ന് പറയുന്ന വ്യക്തിയല്ല, മറിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഒരു crime is committed against the society at large, though the immediate effect of the same upon a particular individual എന്നാണ് നിയമത്തിൽ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യത്തിന് ഇരയാകുന്ന വ്യക്തിക്കാണ് അതിൻ്റെ പ്രധാനമായും നഷ്ടവും വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതെങ്കിലും ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ക്രൈം എന്ന് പറയുന്നത് സമൂഹത്തിനെതിരെയാണ്. അങ്ങനെ സമൂഹത്തിനെതിരായുള്ള കുറ്റകൃത്യങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതും അതിൽ കോടതിയിൽ അവരെ വിചാരണ നടത്തേണ്ടതും കുറ്റക്കാരെന്ന് കണ്ടാൽ ശിക്ഷാ നടപടി എടുക്കേണ്ടതും സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഭാഗമായി ഈ കേസിൻ്റെ ഉൾപ്പെടെ ഈ കേസിന് പ്രോസിക്യൂഷൻ നടത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതിൽ ഇരയായി എന്ന് പറയുന്ന വ്യക്തി സാക്ഷിയാകുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിജീവിത എന്ന വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇര എന്ന വാക്ക് ഉപയോഗിക്കാത്തത്? ഈ കേസിൽ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിയുടെ പേര് മറ്റു വിവരങ്ങളും പറയരുതെന്ന് കോടതി വിലക്കിയിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ ഒരു ആധുനിക ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇര എന്ന വാക്ക് ഉപയോഗിക്കാതെ അതിജീവിത എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിയമം എന്ന് പറയുന്നത് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ജസ്റ്റിസ് ഈസ് ദ ഗോൾ ടു ബി അച്ചീവ്ഡ് ആൻഡ് ദ ലോ ഈസ് ദ മീൻസ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നീതി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അത് നടത്തിയെടുക്കുന്നുള്ള മാർഗമാണ് നിയമം. ആ നിയമത്തിൽ ദർ ഇസ് എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഈ നിയമപ്രകാരം എങ്ങനെ നീതി നേടിയെടുക്കുന്ന ഒരു നടപടിക്രമമുണ്ട്. ഈ നിയമം എന്ന് പറയുന്നത് ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. കാരണം ആവശ്യമെങ്കിൽ, എല്ലായ്പ്പോഴും മാറണമെന്നില്ല, ആവശ്യമെങ്കിൽ മാറ്റാം. അപ്പോൾ അതിജീവിത എന്ന വാക്ക് മോഡേൺ ജൂറിസ്പ്രുഡൻസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സർവൈവർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരാളെ ഇരയായി നശിച്ചുപോയി അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടു, പാർശ്വവൽക്കരിക്കപ്പെട്ടു, ആ വ്യക്തി ഇല്ലാതായി പോയി എന്ന് സ്ഥാപിക്കുന്നതിന് പകരം എന്ത് അതിക്രമം ആര് നേരിട്ടാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ ആ വ്യക്തിയെ വേണ്ട കൈത്താങ്ങൽ നൽകുക, അവർക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് ഈ ആരോപിക്കുന്ന കുറ്റകൃത്യം ചെയ്തപ്പെട്ടാൽ പോലും, നടി ആക്രമിക്കപ്പെട്ടാൽ പോലും, അവർക്ക് വേദനയും ബുദ്ധിമുട്ടും ഉണ്ടായെങ്കിൽ പോലും അതിൽ നിന്ന്, ആ ചലഞ്ചിൽ നിന്ന്, ആ വെല്ലുവിളിയെ അവരെ അതിജീവിച്ച് വരണം. അതാണ് നിയമം പ്രതീക്ഷിക്കുന്നതും പ്രത്യാശിക്കുന്നതും. അപ്പം അതിനു വേണ്ടി അവരെ വേണ്ട ശക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിജീവിത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിജീവിതയ്ക്കും വേണമെങ്കിൽ അപ്പീൽ പോകാം, സ്റ്റേറ്റ് ഗവൺമെൻറ് വേണമെങ്കിൽ അപ്പീൽ പോകാം, അത് ഹൈക്കോടതി അത് പരിഗണിക്കും. ഇനി അപ്പീലിന് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംശയം പലർക്കും വന്നിരിക്കുന്നത്, വേണ്ടപ്പെട്ട തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ, ഹാജരാക്കാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, മനഃപൂർവ്വമായി എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഇനി കീഴ്ക്കോടതി തന്നെ തെളിവ് ഹാജരാക്കാൻ സമ്മതിക്കാതെ വന്നിട്ടുണ്ടോ, ഇങ്ങനെ ചില ആരോപണങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ അഡീഷണൽ എവിഡൻസ് ഓർ എവിഡൻസ് ഇൻ അപ്പീൽ, അതിന് നിയമത്തിൽ വകുപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പീൽ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ എവിഡൻസ് ഞങ്ങളവിടെ കീഴ്ക്കോടതിയിൽ പ്രസൻറ്റ് ചെയ്തു, പക്ഷേ കോടതി അംഗീകരിച്ചില്ല, ഇല്ലെങ്കിൽ കേസ് കഴിഞ്ഞാണ് ഈ എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയത്, അതുകൂടെ ഈ കേസിൻ്റെ നീതിപൂർവമായ തീർപ്പിന് അത്യാവശ്യമാണ്, അതുകൊണ്ട് ഈ എവിഡൻസ് കൂടെ പരിഗണിക്കണം എന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി മുഖാന്തരം കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അപ്പീൽ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ, അപ്പീൽ കോടതിക്ക് അത് ജെനുവിനാണ്, ശരിയാണെന്ന് കാണുന്ന പക്ഷം അവിടെ എവിഡൻസ് അഡ്യൂസ് ചെയ്യാനായിട്ട് അവസരം കൊടുക്കാം.
ഇത് കൂടാതെ വേണ്ടി വന്നാൽ കീഴ്ക്കോടതിയിലെ കേസ് റിമാൻഡ് ചെയ്യുന്നതിന് സാധിക്കും. അതാണ് സാധാരണ റിമാൻഡ് ചെയ്തു എന്ന് പറയുന്നത്. കീഴ്ക്കോടതിയിലെ കേസ് റിമാൻഡ് ചെയ്താൽ വീണ്ടും തെളിവെടുക്കാനായിട്ട് കോടതിക്ക് വേണേൽ അനുവദിക്കാം. പല കേസുകളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പീൽ കോടതിയാണ് തീരുമാനിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിയമമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വിസ്താര കോടതിയിൽ അല്ലെങ്കിൽ ട്രയൽ കോടതിയിൽ തെളിവ് ഹാജരാക്കുന്ന ഒരാളുടെ അവകാശമാണത്. പ്രോസിക്യൂഷൻ്റെ ആയാലും ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിയുടെ ആയാലും അവകാശമാണ്. എന്നാൽ അപ്പീൽ കോടതിയിലെ അവകാശമായി ആസ് എ റൈറ്റ് യു കനോട്ട് അഡ്യൂസ് എവിഡൻസ്, ബട്ട് വിത്ത് പെർമിഷൻ ബൈ ഫയലിംഗ് എ പെറ്റീഷൻ ഇറ്റ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി അപ്പീലേറ്റ് കോർട്ട്. അപ്പം അതിന് ചെയ്യുന്നതിന് തടസ്സങ്ങളില്ല. അത് അപ്പീൽ കോടതിയാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തെളിവ് ഹാജരാക്കാൻ അനുവദിച്ചില്ല എന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സ്റ്റേറ്റിനോ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് ബന്ധപ്പെട്ടവർക്കും ഉണ്ടെങ്കിൽ, അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാവുന്നതേ ഉള്ളൂ. എന്നാൽ കോടതി എല്ലാ ഒഫീഷ്യൽ ആക്ട്സും അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ട്സ് ആർ പ്രിസ്യൂംഡ് ടു ബി പ്രോപ്പർ, റെഗുലർ ആൻഡ് ജെനുവിൻ എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഗവൺമെൻറ് കാര്യങ്ങളായാലും കോടതിയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം റെഗുലറായിട്ടും പ്രോപ്പറായും ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിയമത്തിൻ്റെ പ്രിസംപ്ഷൻ. അതുകൊണ്ട് ഇപ്പോൾ കോടതി എല്ലാ തെളിവും പരിഗണിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ അടുത്ത ഭാഗം കൂടുതൽ വിശദമായിട്ട് ഒറ്റ എപ്പിസോഡ് തീർക്കാൻ സാധിക്കില്ല. ഇതൊരു വലിയ ജഡ്ജ്മെൻ്റാണ്. ഏതാണ്ട് 1700 പരം പേജുകളുള്ള ഒരു ജഡ്ജ്മെൻ്റാണ്. അപ്പം വിശദമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ ഓരോ ഭാഗത്തിലും ഓരോ പോയിൻ്റായിട്ട് പരിഗണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ നൽകിയതാണ്. ഇത് പാർട്ട് 1 ആണ്. തുടർന്നുള്ള എപ്പിസോഡിലും ഈ വിഷയം വിവിധങ്ങളായ കാര്യങ്ങളെ ഉന്നയിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.